മലയാളത്തിൽ നിന്നും ഏക്കോയ്ക്ക് ശേഷം മറ്റൊരു ഇന്റർനാഷണൽ സ്റ്റാഫ് ഇറങ്ങിയിട്ടുണ്ട്. ചിദംബരത്തിന്റെ മാഗ്നം ഓപ്പസ് ബാലൻ. ജിത്തു മാധവനാണ് ഈ പടത്തിന്റെ കഥ എഴുതിയിരിക്കുന്നത്. സുഷിൻ ശ്യാമാണ് മ്യൂസിക്. ഷൈജു ഖലിദാണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡും സ്ക്രിപ്റ്റ് ഒക്കെ നല്ല വേൾഡ് ക്ലാസ് സാധനമാണ്. മലയാളത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ഫൈനസ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിൻ്റെത്. ഗംഭീരമായിട്ടുള്ള ഒരു പടം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ പടത്തിന്റെ ബേസ് പ്ലോട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഈ അമ്മ മനസ്സിലാക്കിയിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള പുരുഷന്മാരുണ്ട്. തന്റെ മകൻ ഒരിക്കലും അവരെ പോലെ ഒന്നും ആകാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു തോട്ടാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഓരോ സീനും കഴിയും തോറില്ല നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ്. ഇനി എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു കൗതുകം നമ്മുടെ ഉള്ളിലുണ്ടാകും. സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഇനി ഈ പടം തീരാതെ എണീറ്റ് പോകാൻ വേണ്ടി പറ്റില്ല. അതായത് നമ്മൾ കുടുങ്ങിപ്പോയി. ആദ്യത്തെ ഒരു 5-10 മിനിറ്റിൽ തന്നെ ഈ ഹുക്ക് വീണ് കഴിഞ്ഞു. ഇനി ഈ പടം കണ്ടു തീർക്കാതെ വേറെ ഒരു വഴിയുമില്ല. ഇന്റർവെല്ലൊക്കെ ആവുന്ന സമയത്തില്ലേ, ഇന്റർവെല്ലിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ചെറിയ പുറത്തു പോയി വരാനുള്ള ഗ്യാപ്പ്, അത് എത്രയും പെട്ടെന്ന് തീർന്നാൽ മതി, അടുത്തത് എന്ത് എന്നുള്ളൊരു സംഭവമായിരുന്നു എന്റെ ഉള്ളില്. ഇനി കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. പക്ഷെ ഓരോ കഥാപാത്രങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഐഡന്റിറ്റി ഡയറക്ടറും റൈറ്ററും കൊടുത്തിട്ടുണ്ട്. ഓരോ കഥാപാത്രവും അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫർസാനയാണ് ലീഡ് റോൾ അഭിനയിച്ചിട്ടുള്ളത്. ഈ ഒരു ആർട്ടിസ്റ്റിനെ മുമ്പ് ഒരു സിനിമയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ പോലെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഹെവി ആയിട്ടുള്ള വർക്കായിരുന്നു. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഈ ഫർസാനയുടെ കഥാപാത്രം 1-2 സീനിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപാരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് കാണിച്ചു തന്നിട്ടുള്ള ഒരു സീനായിരുന്നു അത്. ആ ഭക്ഷണം കഴിക്കുന്ന സീനില്ലേ, അതായത് വിശന്ന് പട്ടിണി കിടന്ന് വലഞ്ഞൊരാൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഭക്ഷണം വായിലിട്ട് ഈ 2 കവിളിൽ ഇങ്ങനെ നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സീനുണ്ട്. നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മളിങ്ങനെ നോക്കി നിന്നു ആ കഥാപാത്രത്തിനെ. ഗംഭീരമായിരുന്നു. ഇനി അടുത്ത ആള് ബാലനാണ്. ബാലൻ 2 കുട്ടികളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, ആദിശേഷനും അതുപോലെ തന്നെ സിനാനും. അതായത് കുട്ടി വളർന്ന് വലുതാന്നുണ്ട്, ഒരു കാലഘട്ടം മൊത്തം കാണിക്കുന്നുണ്ട്. സോ 2 കാലഘട്ടങ്ങളിലായിട്ട് ഈ ക്യാരക്ടർ കയറി വരുന്നുണ്ട്. ആദിശേഷൻ കുറച്ചുകൂടി വലുതായിട്ടുള്ള, അതായത് ഒരു പ്യൂബർട്ടി അഡോളസന്റ് ഏജിലുള്ള ഒരു കുട്ടിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. സിനാനാണ് ചെറിയ മോനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആ പയ്യൻ തകർത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഈ സ്കൂളിൽ ഈ ബെല്ലടി കേൾക്കുന്നതും ആദ്യമായിട്ട് കുട്ടികൾ, അതായത് അവന്റെ ക്ലാസ്മേറ്റിനെ ഫേസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അത്രയും ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സീൻ മലയാള സിനിമയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പയ്യൻ തകർത്തിട്ടുണ്ട്. പിന്നെ ആദിശേഷൻ അതിന് ശേഷമുള്ള, അതായത് ടീനേജ് അഡോളസന്റ് ആ ഒരു ഏജിലുള്ള കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ 2 കഥാപാത്രങ്ങളും, അതായത് ആർട്ടിസ്റ്റുകളും, നമുക്ക് ഒരിക്കലും അങ്ങനെ ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ആകുമോ എന്നൊരു ഡൗട്ട് ഒന്നും നമുക്ക് തോന്നുന്നില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. അതായത് ആ ചെറിയ പയ്യൻ വലുതായി കഴിഞ്ഞാൽ ആദിശേഷനെ പോലെ തന്നെ ഉണ്ടാകും. നൈസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഈ മലയാള സിനിമയിൽ കുട്ടി കഥാപാത്രങ്ങളുണ്ടല്ലോ, ചൈൽഡ് ആർട്ടിസ്റ്റുകൾ, അവരുടെ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം സിനിമയിലും 99% സിനിമകളിലും കുട്ടികളുടെ പെർഫോമൻസ് വെരി പൂർ ആയിരിക്കും. പക്ഷെ ഈ പടമില്ലേ, കുട്ടികളുടെ പെർഫോമൻസിൽ നമ്മൾ ഈ തുർക്കി പടം, അതുപോലെ തന്നെ കൊറിയ എന്നൊക്കെ ചില സിനിമകളൊക്കെ വരില്ലേ, ഇറാഖ്, ഇറാൻ എന്നെല്ലാം, അതേപോലെ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായി കുട്ടികളെ അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ പോലീസുകാരാണ്. ഗിരീഷ് ഷേഡി അവതരിപ്പിക്കുന്ന ഒരു SI കഥാപാത്രമുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ചെങ്ങായി തകർത്തിട്ടുണ്ട്. പ്രേമലുവിന്റെ ഡയറക്ടർ. അടുത്ത ആള് നമ്മുടെ ജീൻ പോൾ ലാലാണ്, എന്ന് വെച്ചാൽ ലാൽ ജൂനിയർ. ഒരു സൈക്കോ കഥാപാത്രം കേട്ടോ. പക്ഷെ ആ സൈക്കോ കഥാപാത്രത്തിനെ സിമ്പിൾ ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഈ ചില തമിഴ് സിനിമയിലൊക്കെ ഈ സൈക്കോകളൊക്കെ ഒരു വല്ലാണ്ടായിട്ട് കാണിക്കില്ലേ, ഇത് അങ്ങനെയല്ല. വളരെ നിസ്സാരമായിട്ട് ആ സൈക്കോ കഥാപാത്രത്തിനെ ചെയ്യാനായിട്ട് ലാൽ ജൂനിയറിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്റർവെല്ലിന് ശേഷം അങ്ങോട്ടേക്ക് സിനിമയുടെ ടോട്ടൽ ടെൻഷനും പേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ജൂനിയർ ലാലിന്റെ കഥാപാത്രമാണ്. ചങ്ങായി വളരെ നിസ്സാരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ നമുക്ക് ചിരിക്കാൻ തോന്നും, ചില ഭാഗത്ത് ഇയാളൊരു ടെറർ കണ്ടിട്ടില്ല, നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് പേടിച്ചു പോകും. ഇനി അടുത്ത ആളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോവിനോ തോമസ് ആണ്. ടോവിനോയുടെ ഒരു കിടിലൻ പെർഫോമൻസ് എന്ന് വെച്ചാൽ, ഒരു നല്ല ആർട്ടിസ്റ്റിന് അയാളുടെ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ കാണിക്കാനായിട്ട് ഒരു ഫുൾ ഫിലിമിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു സിനിമയിലെ കുറച്ച് മിനിറ്റ് മതി അയാളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ കാണിക്കാനായിട്ട്. അത് പ്രൂവ് ചെയ്തൊരു പടമാണ് ബാലൻ. ആക്ച്വലി ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഈ പള്ളിച്ചട്ടമ്പി ആണെങ്കിലും ഈ അതിരടി ആണെങ്കിലൊക്കെ ആ പടത്തിൽ ടോവിനോയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും പടത്തിന്റെ ടോട്ടൽ ഒരു ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു തറഗുണ്ട് പടമാണ്. ഒരിക്കലും ഒരു നല്ല ആർട്ടിസ്റ്റിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പടമൊന്നുമല്ല ഈ അതിരടിയും അതുപോലെ തന്നെ പള്ളിച്ചട്ടമ്പിയും. അതോടെ ചെങ്ങായി ഏകദേശം ഔട്ട് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ബാലനിൽ കൂടി ശരിക്കും തിരിച്ചു വന്നത് ടോവിനോ തോമസ് ആണ്. ചെറിയൊരു കഥാപാത്രം, പക്ഷെ ഇയാളെ ഞാൻ അങ്ങനെ മറക്കില്ല. അബ്ബാസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ടോവിനോ തോമസ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഫിഗർ ഉണ്ട്. മീൻസ് ഒരു 6 ഫീറ്റ് ഫൈറ്റും 6 ഫീറ്റ് ഹൈറ്റും വെൽ ബിൽറ്റ് ബോഡിയും ആ ഒരു ഇമേജ് തന്നെ ചെങ്ങായി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന ചില ആൾക്കാരില്ലേ, കണ്ടു കഴിഞ്ഞാൽ പോക്കറ്റ് അടിക്കാരനാണോ കള്ളനാണോ എന്നൊക്കെ നമുക്ക് ഒരു തോന്നലുണ്ടാവുന്ന, ഡൗട്ട് അടിക്കുന്ന ചില ഫിഗർ ഉണ്ടല്ലോ, കുറച്ച് കുടവിറക്കി വെച്ച് കുറ്റിമുടിയും കുറ്റിത്താടിയൊക്കെ ട്രിം ചെയ്യാത്ത താടിയൊക്കെ വെച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. അബ്ബാസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അബ്ബാസ്
ഞാൻ അങ്ങനെ മറന്നു പോകാത്തൊരു കഥാപാത്രമാണ്. 2 കാലഘട്ടങ്ങളിലായിട്ട് ഈ കഥാപാത്രം വരുന്നുണ്ട്. 2 കാലഘട്ടങ്ങളിലും ഇയാളുടെ മാനറിസം നല്ല രീതിയിൽ ഇവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടോവിനോ. അത് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഈ ചങ്ങായി മുണ്ട് കെട്ടുന്ന ഒരു സീൻ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയോ. മുണ്ട് കെട്ടുന്ന ഒരു സീനിൽ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇയാൾ കിച്ചണിൽ പോയിട്ട് ഭക്ഷണം ഇങ്ങനെ നോക്കുന്ന, കലം ഇങ്ങനെ തുറന്നിട്ട് ഇതിന്റെ മൂടി തുറന്ന് ഭക്ഷണം നോക്കുന്ന ഒരു സീൻ ഉണ്ട്. അതെല്ലാം ഗംഭീരമായിരുന്നു. പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ മാരകമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു അത്. പിന്നൊന്ന് അമ്മച്ചി. മലയാള സിനിമയിൽ ഈ ഹൈ റേഞ്ചിൽ തോക്കും പിടിച്ചിരിക്കുന്ന അമ്മച്ചിമാരുടെ ഒരു ചെറിയ ലിസ്റ്റ് നമുക്കുണ്ട്. ആ ലിസ്റ്റിലേക്കുള്ള ഒരു പുതിയ എൻട്രി ആണെങ്കിൽ പോലും ഇല്ലേ, തന്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ ഒരു അമ്മച്ചി കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചില കഥാപാത്രങ്ങളെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പേ ആ കഥാപാത്രം ആ ജിയോഗ്രഫിയിലും ആ ഒരു ചുറ്റുപാടിലൊക്കെ ജീവിച്ചിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിന്റെ റൈറ്റർക്കും ഡയറക്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കഴിവാണ്. ചില കഥാപാത്രങ്ങൾക്ക് സ്വിച്ച് ഇട്ട പോലൊക്കെ വരും, ഇവൻ എവിടുന്ന് വന്നാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതിലെ പ്ലേസിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പെർഫെക്റ്റ് ആണ്, കണ്ടുപഠിക്കാൻ പറ്റിയ സാധനമാണ്. എന്ന് മാത്രമല്ല, ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മുടെ ഫർസാനയുടെ കഥാപാത്രവും ഈ അമ്മച്ചിയുടെ കഥാപാത്രവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുന്ന ഒരു മൂമെന്റ് ഉണ്ട്. അത്രയും സമയം അവരെങ്ങനെയാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അതുപോലെ ആയിരിക്കില്ല അതിന് ശേഷം. എക്സാക്ട്ലി ലൈക്ക് ഉള്ളൊഴുക്ക് സിനിമയില് ഈ ഉർവശിയും പാർവതിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വരുന്നില്ലേ, അതുപോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ നല്ല രീതിയിലെ പെർഫോമൻസ് എൻജോയ് ചെയ്തു. അമ്മച്ചിന്റെ തകർത്തിട്ടുണ്ട്, ഫർസാനെ തകർത്തിട്ടുണ്ട്, കിഡിലായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ ഈ കഥാപാത്രം ആരാണ്, ബീന ആന്റണി അവതരിപ്പിക്കുന്ന ഒരു ഷംനത്ത എന്ന കഥാപാത്രമുണ്ട്. ഒരു ടെറർ കഥാപാത്രം. അവരൊരു വിസിലടിക്കുന്ന സീൻ ഉണ്ട് കേട്ടോ ജയിലില്. എന്റെ മോനെ, കുഞ്ഞി കഥാപാത്രം, പക്ഷെ ഹെവി. അവർ തകർത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാരക്ടറിനെ നമ്മൾ ഓർമ്മിച്ച് വെക്കണമെങ്കിലില്ലേ, അപാരമായിട്ടൊരു സ്കില്ല് അവർക്ക് വേണം. പിന്നെ ഈ പടത്തിലെ ചായക്കടക്കാരൻ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അച്യുതാനന്ദൻ എന്നൊരു ആക്ടർ ഉണ്ട്. അത് പണ്ട് ഈ മറ്റേ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ ഉണ്ട് ഈ ചങ്ങായി, അച്യുതാനന്ദൻ. അയാളൊരു പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കഥാപാത്രവും അടിപൊളിയായിരുന്നു. സിനിമയിൽ ഔട്ട്സൈഡ് കേരളീസ് ആയിട്ട് വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ നല്ല നീറ്റ് ആയിരുന്നു, നല്ല നിലവാരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്കോ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചതില്ലേ, ഇതിന് മുകളിൽ ഒരു അടി ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, ഒരു കിഡിലം ഇന്റർനാഷണൽ സ്റ്റഫ് കണ്ടിട്ട് ആ സിനിമയുടെ ഇമോഷനും ഒരു നല്ല സിനിമ കണ്ടതിന്റെ ഒരു സന്തോഷവും ക്യാരി ചെയ്യുമ്പോൾ ഒരു സിനിമ ഭ്രാന്തിന് ഉണ്ടാകുന്ന ഒരു ഹൈ ഉണ്ട് കേട്ടോ. എന്നോടോ ബാല, തകർത്തിട്ടുണ്ട്, ഹെവി.